ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഞങ്ങളുടെ മോൻ്റെ പല്ലട ചടങ്ങിൻ്റേതാണ്. എന്താണ് ഈ പല്ലട ചടങ്ങ്? കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ പല്ല് വന്നതിന് ശേഷം നടത്തുന്ന ഒരു ചടങ്ങാണ് ഇത്. പല്ലട കാണിക്കൽ എന്നാണ് ഈ ഒരു ചടങ്ങിന് പറയുന്നത്. കേരളത്തിലെ മലബാർ ഭാഗത്താണ് ഈ ചടങ്ങുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് പ്രധാനമായും കണ്ടുവരുന്നത്. കുഞ്ഞിന് മുൻപിൽ പുസ്തകം, പേന, നാണയം, സ്വർണം തുടങ്ങി കുറച്ച് വസ്തുക്കൾ വയ്ക്കും. എന്നിട്ട് കുഞ്ഞിനോട് 3 തവണയായി ഓരോന്ന് എടുക്കാൻ പറയും. കുഞ്ഞെടുക്കുന്ന വസ്തു വെച്ച് അവരുടെ അഭിരുചികൾ മനസ്സിലാക്കാം എന്നതാണ് ഈ ചടങ്ങിന് പിന്നിലെ വിശ്വാസം. കുഞ്ഞിൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നും ചടങ്ങിനാവശ്യമായ ഇലയട, അതോടൊപ്പം തന്നെ അട ഉണ്ടാക്കാനുള്ള അരിപ്പൊടി, തേങ്ങ, ശർക്കര ഇവ കൊണ്ടുവരും. ഇവിടൊപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ, വല്യമ്മ, പാപ്പി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് കുറച്ച് അട ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അട ഉണ്ടാക്കാനുള്ള അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ അമ്മ കുറച്ച് ഉണ്ണിയപ്പം കൂടെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ ചടങ്ങിൻ്റെ ഭാഗമല്ല, അത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്കിനി ചടങ്ങിനാവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ്, ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം. പുസ്തകവും പേനയും വെക്കാറുണ്ട്. പുസ്തകമായിട്ട് ഞങ്ങളിവിടെ അധ്യാത്മരാമായണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുസ്തകവും പേനയും വിദ്യയെയും ബുദ്ധിയെയും അതുപോലെ തന്നെ പഠന മേഖലയിലുള്ള ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ വാൽക്കണ്ണാടി വെക്കാറുണ്ട്. ഇത് വ്യക്തതയും ആത്മവിശ്വാസവും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വെക്കുന്നത്. പിന്നെ സ്വർണം, പണം, അതുപോലെ തന്നെ നാണയം, വെള്ളീൻ്റെ നാണയമാണ് ശരിക്കും വേണ്ടത്. ഞാനിപ്പം അതില്ലാത്തതുകൊണ്ട് നോർമൽ ഒരു കോയിൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് സമൃദ്ധി, സമ്പത്ത്, ഐശ്വര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. പിന്നെ മച്ചിങ്ങ വെക്കാറുണ്ട്. ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യമുള്ള ജീവിതത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ താക്കോൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് അല്ലെങ്കിൽ ഉത്തരവാദിത്തം അല്ലെങ്കിൽ സുരക്ഷ എന്ന മീനിങ്ങിനാണ് താക്കോൽ വെക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെക്കാം. ഞങ്ങളിവിടെ മൈക്കാണ് വെച്ചിട്ടുള്ളത്. മൈക്ക് തന്നെ വേണമെന്നില്ല, നമുക്കിപ്പോൾ സ്പീക്കറോ കീബോർഡോ എന്തെങ്കിലും വെച്ചാൽ മതി. ഈ ഒരു സംഗീത ഉപകരണങ്ങൾ ജീവിതത്തിലെ കലാത്മകവും സൃഷ്ടിപരവുമായ അഭിരുചികളെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം പല്ലട, അതായത് എൻ്റെ അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന ഇലയട, അത് വെക്കണം. അത് മധുരത്തിൻ്റെ സൂചകമായിട്ടാണ് വെക്കുന്നത്. അപ്പം ഞങ്ങളുടെ മോൻ ആദ്യം തന്നെ എടുത്തത് പേനയായിരുന്നു, രണ്ടാമതെടുത്തത് മച്ചിങ്ങയും, മൂന്നാമതെടുത്തത് വാൽക്കണ്ണാടിയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പല്ലട ചടങ്ങിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.